ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ എൻ്റെ ആണ്ടാണ്, 5ാമത്തെ ആണ്ടായിട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഞങ്ങളായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കഴിക്കുകയാണ് കേട്ടോ. മീൻസ് ഉസ്താദിനെ വിളിക്കണില്ലേ, നമ്മളെന്നെ യാസീനൊക്കെ ഓതി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് മുഹറം 9 നോമ്പായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലായിട്ട് ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത് ബിരിയാണിയാണ്. ഞാനാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. എൻ്റെ ഉമ്മയും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സമൂസക്കുള്ള ഉള്ളി ഓൾറെഡി ആക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ഉള്ളി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇന്ന് ഫുള്ള് അടുക്കള ഭരണമാണ് കേട്ടോ. അപ്പോൾ ഞാനാണല്ലേ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലാണ് ഞങ്ങൾ ജസ്റ്റ് ബിരിയാണി വെക്കുന്നത്. സിമ്പിളാണ് കേട്ടോ, നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു കഴിച്ചപ്പോൾ. അപ്പോൾ ഉള്ളി ഇട്ടു, തക്കാളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി പേസ്റ്റ് അതൊക്കെ പാടിയിട്ടിട്ട് ഞാൻ കുക്കറിലിട്ടൊന്ന് കൂകിക്കുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് കൂക്കിച്ചെടുക്കുകയാണ്. പിന്നെ അടുക്കളയിൽ ഭംഗി കണ്ട് ആരും കമൻ്റ് ഒന്നും ചെയ്യേണ്ട, കാരണം നമ്മളുള്ള സൗകര്യത്തിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് ഇനി ബാഡ് കമൻ്റ് ഇട്ടൊന്നും ആരും വരാൻ നിൽക്കണ്ട കേട്ടോ. എന്താ പറയുക, വലിയ സെറ്റപ്പൊന്നും ആക്കിയിട്ടില്ല വീടൊന്നും. ജസ്റ്റ് ഞങ്ങളൊന്ന് ഇപ്പോഴുള്ള സമയത്തൊന്ന് വേഗം പെട്ടെന്ന് പണിയൊക്കെ ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് ഞങ്ങൾ കൂടിയതാണ് കേട്ടോ. അപ്പം ഇത് ചിക്കന് കഴുകി വൃത്തിയാക്കാൻ കേട്ടോ. ഒരു 2 കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അരി തിളപ്പിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത്. നെക്സ്റ്റ് പരിപാടി പാലായ്ക്ക ഉണ്ടാക്കാൻ പോട്ടോ. പാലായ്ക്കൊക്കെ വേണ്ടിയിട്ട് തേങ്ങ ചേർക്കണം. തേങ്ങ ചെരണ്ടിയിട്ട് അതിക്ക് പാലൊഴിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടത് എങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ പാലായ്ക്കൊക്കെയുള്ള പഴയ ഞാൻ അരിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല കട്ടിക്കരിയാണെന്നാണ് അമ്മ പറയാറുള്ളത്. കാരണം ഞാനെല്ലാം ഉണ്ടാക്കുന്നത് ഉമ്മയാണ്, എനിക്കിത് ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല എന്താ പറയുക, നമ്മൾ പായസത്തിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ പൊതുവേ എന്തെങ്കിലുമൊക്കെ നേർച്ച അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ആണ്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളോടൊക്കെ അധികം ഇങ്ങനത്തെയൊക്കെ ഇതുണ്ടാക്കാറുണ്ട് കേട്ടോ. നല്ല അരിയ ഉണ്ടാവില്ല ഒന്നും നാളാക്കല്ല. അപ്പോൾ ഒടിഞ്ഞ് പണിയാവും. ഇവ പുറത്ത് പോയാ കട്ടിക്കായിരുന്നു. ഉറുമ്പടിക്കേ ഇവിടെ പൊന്നെ ഇടയ്ക്ക് ഇങ്ങനെ അടുക്കളയിൽ വന്നിട്ട് ഓക്ക് എന്തെങ്കിലുമൊക്കെ പരാതിപ്പെട്ടി പറഞ്ഞ് പോയില്ലെങ്കിൽ ഒരു ഇടങ്ങാറാണ് കേട്ടോ. അങ്ങനെ അവള് പോയതിൻ്റെ ശേഷം പിന്നെ ഞാനിവിടെ ഉള്ളി എടുത്തെങ്ങാണ്ട് ഉള്ളിലേക്ക്, അപ്പോൾ ഇതിൻ്റെ ഉള്ളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ബിരിയാണിക്ക് മസാല ഉണ്ടാക്കുകയാണ്. അതിലേക്ക് വേണ്ടിയിട്ട് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഉമ്മയാണ് മസാലപ്പൊടി കിട്ടായിരുന്നു, ഞാനിട്ടാൽ കുറച്ച് ഏറുന്നു എനിക്കൊരു പേടി. അപ്പോൾ ഉമ്മ എന്നെ ഇട്ടോട്ടേന്ന് കരുതി. കാരണം ഇവിടെ കൂടുതൽ എരിവൊന്നും പറ്റൂല കേട്ടോ. ഇവിടുത്തെ ആൾക്കാർക്ക് കുറച്ച് എരിവ് കുറവ് വേണം. പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിലെല്ലാവർക്കും നല്ല എരിവാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ ഉമ്മയാണ് ഇപ്പോൾ എനിക്ക് കറക്റ്റിൽ പൊടിയൊക്കെ ഇട്ട് തരുന്നത്. ഉള്ളി എന്തായാലും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ആയി കിട്ടും വേണം കേട്ടോ. മെയിനായിട്ട് ഈ ഉള്ളി ഫസ്റ്റ് വേവിക്കണതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ വേവാത്തൊരു പോലെ തോന്നി നമുക്കിത്. ഇനിയിപ്പോൾ ദമ്മിട്ട് വെക്കുകയാണെങ്കിലൊക്കെ ഞങ്ങൾ ഉള്ളി ഒന്ന് ആദ്യം കുക്കറിലിട്ട് വേവിക്കും കേട്ടോ. ചിലർ വേവിക്കില്ല, ചിലർ നന്നായിട്ട് കുഴച്ചെങ്ങാണ്ട് ഇങ്ങനെ അടുപ്പത്ത് വെക്കുക ചെയ്യുക. അപ്പം എന്തോ എനിക്കിങ്ങനെ ഈ ഉള്ളി വേവാത്ത പോലെ തോന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് തൈര് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പം അതിനിടയിൽ ഇയാൻ വന്നെങ്ങാണ്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്, അമ്മ തിന്നാനില്ലേ കുടിക്കാനില്ലേ നോക്കി. പിന്നെ ടീ വേണ്ടിയിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടിരിക്കണം. പിന്നെ അതിക്ക് കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എന്താണ് നാരങ്ങൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കണം. അത് ഒഴിവാക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏതായാലും നമ്മളെ ഈ മസാല റെഡി ആയിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാ പൊടികളൊക്കെ ചേർത്ത് മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇമ്മപ്പം പാൽവായ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കാൻ കേട്ടോ. നല്ല കട്ടിയിൽ പാലെടുക്കും. എന്നാലും നമ്മൾ പശുവും പാൽ 2 പാക്ക് ഓൾറെഡി നമ്മൾ ഒഴിക്കും കേട്ടോ. അതിലേക്ക് ലാസ്റ്റാണ് ഈ തേങ്ങാപ്പാൽ ഒഴിക്കുക. ഈ ടേസ്റ്റിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആരെങ്കിലും ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോളൂ കേട്ടോ. ഇപ്പം ഞാനിവിടെ അരി കഴുകാണ്. അവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ടാവും. തിളച്ച് വരുമ്പോൾ പെട്ടെന്ന് അരി കഴുകിങ്ങാണ്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കയ്യിലൂടെ കഴിച്ചിട്ട് കയ്യിലൂടെ
അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് വെച്ച മസാല ഇവിടെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ഈ അരി ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒരു ഹാഫ് വേവ് ആയാൽ എന്ത് ചെയ്യാം, നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ബിരിയാണിക്ക് എനിക്ക് ആദ്യം ഉണ്ടാക്കലൊക്കെ ഭയങ്കര ടാസ്ക് ചെയ്യുന്നത്, പക്ഷെ ഇപ്പം കുറേയൊക്കെ നല്ല നോർമലായിട്ടും മൊത്തം ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനിപ്പം നല്ല അറിയാം കേട്ടോ. എന്നാലും ആരെങ്കിലും ഒരു സഹായം വേണം, എന്നാലും ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് പരിപാടി ഉള്ളി മൊരിച്ചെടുക്കലാണ് കേട്ടോ. ഇത് മൊരിച്ചെടുത്തിട്ട് നമ്മൾ ചോറിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി അരിഞ്ഞ്, അത് സംഭവം മറന്നു പോയിന് അതിൻ്റെ ഇടയിലിട്ടപ്പോൾ പെട്ടെന്ന് അത് റെഡിയാക്കാണ്. ഇത് ശരിക്കും ബിരിയാണിക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ലെടുത്ത് എന്തിനാണ് ഇടണമെന്ന് പോലും. പിന്നെ ഇതിൽ പിന്നെ വേറൊരു സംഭവം കൂടി ഇടും, അണ്ടി മുന്തിരി, അതും കൂടി ഇങ്ങനെ ഒന്ന് പൊരിച്ചെടുത്തിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിതിൽ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഒന്ന് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഉതരി കൊടുക്കുക. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഓയിൽ ഉണ്ടല്ലോ, അത് കുറച്ച് അതിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഈ കുക്കർ മൂടിൽ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ, അപ്പോൾ എന്നെ മൂടേണ്ടി വരും. ഏതായാലും ബിരിയാണി അടുപ്പത്തായിട്ടുണ്ട്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ സൂഹി നല്ല ഡാൻസാണ്, ടി വി ഒക്കെ കണ്ടിട്ട് ഏത് മൂഡ്, ഓണ മൂഡ് അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുഹറം 9 അപ്പം നോമ്പ് തുറൻ്റെ ഒരു വീഡിയോ ഒന്നും എനിക്കിതിൽ പെടുത്താൻ പറ്റിയില്ല, കാരണം ഞാൻ ആ സമയത്ത് പുറത്തായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നതിൻ്റെ ശേഷം ഖുറാൻ ഓതി, ഇപ്പാൻ്റെ ഖബറിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരും ഖുറാനൊക്കെ ഓതി കേട്ടോ. ഓതിലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ബിരിയാണി നിന്നാൻ വിചാരിച്ചിട്ടോ. അപ്പോഴാണ് ഇതുണ്ടോ പാൽവായ്ക്ക. നേരത്തെ ഞാൻ ഇതിൻ്റെ വീഡിയോ ഒന്നും ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് കേട്ടോ, അത്രയും നല്ലൊരു അടിപൊളി തിക്കായിട്ട് വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി. അപ്പോൾ അതും കഴിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.